അല്ല ഇതെന്താ പ്രോംപ്റ്റ് കൊടുത്താൽ വരുന്ന ChatGPT ആണോ അല്ലെങ്കിൽ കുലുക്കുമ്പോൾ ഐഡിയ വീണമാരോ? ഈ സ്റ്റോറിയും സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോണ്ടല്ലോ നമുക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു സാധനമുണ്ട്, സെൻഡ് പ്ലീസ് സെൻഡ് എന്നൊക്കെ. എനിക്ക് അങ്ങനെ സ്ഥിരമായിട്ട് വന്നിരുന്നത് ഈ കോണ്ടന്റ് ഒന്ന് തരുമോ, ഇങ്ങനത്തെ കോണ്ടന്റ് ഒന്ന് എഴുതി തരുമോ എന്നൊക്കെ. കോണ്ടന്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള ക്യാപ്ഷൻസ്, സ്റ്റോറിക്ക് ഇടാനുള്ള ക്യാപ്ഷൻസ്, ഇതിനകത്ത് കോണ്ടന്റ് ആയി, കോപ്പി ആയി, സ്ക്രിപ്റ്റ് ആയി. ഇതിൽ ഏറ്റവും രസമുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെയും കാണാത്ത എൻ്റെ കൂട്ടുകാരത്തിയുടെ പാർട്ട്ണറുടെ ബർത്ത്ഡേ വിഷ് വരെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു പ്രൊഫഷൻ ആക്കുമ്പോൾ നമ്മളിതിൻ്റെ പ്രോസസ്സിങ്ങും ഔട്ടും കംപ്ലീറ്റ്ലി മാറും. നമ്മൾ വായു എന്നല്ലല്ലോ നമ്മളൊരു ഔട്ട് എടുത്ത് കൊടുക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ ക്ലോസ് സർക്കിളിനായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ വർക്ക് കമ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു മിനിമം ഒരു 1 hour കൊണ്ടാണ് ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമെങ്കിൽ എൻ്റെ ലൈഫിലെ 1 hour ആണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന ക്ലോസ് സർക്കിൾ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതിന് ബാധിക്കുകയാണ്. അല്ല ഇതെന്താ പ്രോംപ്റ്റ് കൊടുത്താൽ വരുന്ന ChatGPT ആണോ അല്ലെങ്കിൽ കുലുക്കുമ്പോൾ ഐഡിയ വീണമാരോ? ഇതെൻ്റെ മാത്രം പ്രശ്നമല്ല, ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ പ്രശ്നമാണ്.